ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ പരീക്ഷയ്ക്ക് ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലപോലെ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിട്ട് വെക്കുക. ഓക്കെ, നമ്മൾ വല്ലാണ്ട് കാട് കയറി തിങ്ക് ചെയ്ത് ഓവർ തിങ്കിങ് അടിച്ച് ഡിപ്രഷൻ അടിച്ച് പഠിക്കാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് പഠിക്കുക. അടുത്ത 1 മണിക്കൂറോ അടുത്ത 4 മണിക്കൂറോ അടുത്ത ദിവസങ്ങൾ എങ്ങനെ നിങ്ങളുടെ യൂട്ടിലൈസ് ചെയ്യാൻ മാത്രം നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോഴേക്കും ആവട്ടെ. ഓക്കെ, അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യം, നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ കുറേ പേര് നമുക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ പറ്റുന്നതൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ഡൗട്ട്സൊക്കെ എനിക്ക് തോന്നി ഒരു വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബാക്കിയുള്ള വ്യൂവേഴ്സിന് വന്ന് ഗുണമായെന്ന് വിചാരിക്കണം. അപ്പോൾ ആ ഡൗട്ട്സൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാരണം നമുക്ക് കുറച്ച് കമൻറ്റ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് ഓക്കെ, ഒരു കമൻറ്റ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇത് കൂട്ടിയാൽ മതി. അപ്പോൾ അതിലെ ഫസ്റ്റ് കമൻറ്റാണ്, സാർ 8 ഡേ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? 20% മാത്രമേ പഠിച്ചുള്ളൂ. കുഴപ്പമില്ല, 20% പഠിച്ചല്ലോ. ബാക്കി ഇനി 8 ദിവസമില്ലേ, ആ 8 ദിവസം കൊണ്ട് ബാക്കി 80% നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എഴുതാൻ പോകുന്ന +2 പരീക്ഷയോ ഡിഗ്രി പരീക്ഷയോ ഒന്നുമല്ല. ഒരു പ്രവേശന പരീക്ഷയ്ക്കും ഒരു 80% 90% കാൻഡിഡേറ്റ്സും സിലബസിൻ്റെ 100% ഒന്നും പഠിച്ചിട്ട് പോകുന്നില്ല. അത് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഒരു മാത്ത് അങ്ങനെയാണ്. ഒരു 10% ആൾക്കാരുണ്ട്, അവർ വേണമെങ്കിൽ ടോട്ടൽ ആ എൻട്രൻസിൻ്റെ ടോട്ടൽ സിലബസും കവർ ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. ബാക്കി ഒരു 90% ആൾക്കാരും എൻട്രൻസിൻ്റെ 100% സിലബസ് ഒന്നും കവർ ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ എൻട്രൻസ് സിലബസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റാണ്. മൊത്തം ഒന്നും കവർ ചെയ്ത് പോകാമെന്ന് പറഞ്ഞത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. ബട്ട് നിങ്ങൾക്കൊരു സിലബസിൻ്റെ ഒരു 80 to 85% നിങ്ങൾ കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ഗുഡ് ഫോർച്യൂൺ ഫോർ യു. അതെന്ത് ചെയ്യും, അത് നല്ലൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 100% സിലബസേ പഠിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോകുള്ളൂ എന്ന് നിർബന്ധിച്ച് നിങ്ങൾ ജന്മത്തെ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ സിലബസിൻ്റെ മാക്സിമം നിങ്ങൾ കവർ ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കുട്ടി ചോദിച്ചു, സാർ ഞാൻ 20% കവർ ചെയ്തിട്ടുള്ളൂ, ബാക്കി 80% എന്ത് ചെയ്യും? ബാക്കിയുള്ള ദിവസങ്ങളുണ്ടല്ലോ, ഈ ദിവസങ്ങളുണ്ടെങ്കിൽ മണിക്കൂറുകളുണ്ട് നമ്മുടെ കയ്യിൽ, കവർ ചെയ്യാൻ പറ്റുന്നേ നിങ്ങൾക്ക്. ഒന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ പേപ്പറൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക. അപ്പോൾ ആ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളൊക്കെ മാറ്റി വയ്ക്കാം, അത് പിന്നീട് നോക്കാം. ഗ്രേറ്റർ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ഏത് സബ്ജക്റ്റിൽ നിന്നാണ് വരുന്നത് അത് നമ്മൾ നോക്കാം. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, നമുക്ക് അടുത്ത കമൻറ്റ് നമുക്ക് നോക്കാം. സാർ ഭയങ്കര സ്ട്രെസ്സാണ് ഇപ്പോൾ, ഒന്നും പഠിച്ചിട്ടില്ലെന്നൊക്കെ ഒരു തോന്നൽ, അത് എന്താ ചെയ്യണ്ടേ സാർ? ഓക്കെ, ഒന്നും പഠിച്ചിട്ടില്ല ഉള്ള തോന്നൽ എന്ന് പറഞ്ഞാൽ അത് തോന്നൽ തന്നെയാണ്. നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് പാവുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അനാവശ്യ തോന്നലൊന്നും നിങ്ങൾ വേണ്ട. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ കാട് കയറി തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഫോക്കസ് പ്രോസസ്സിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യുക, സ്റ്റഡി റിവിഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ അതിൽ ഇരിക്കാൻ ടൈം കൊടുക്കണ്ട. ഇരിക്കുമ്പോഴല്ലേ നമ്മൾ ഈ ഓവർ തിങ്ക് ചെയ്യുന്നത്. ഇരിക്കാൻ ടൈം കൊടുക്കുക, നിങ്ങൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും ഉഷാറായി പഠിക്കും. ഞാൻ ഒരുപാട് പേര് നമ്മൾ വീഡിയോ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ആത്മാർത്ഥത്തിൽ പരിശ്രമിക്കുന്നതിന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്, ആരും മോശമുള്ളവരൊന്നും അല്ല. ഓക്കെ, നിങ്ങൾ ഉഷാറായിട്ട് പഠിച്ചാൽ മതി, സ്ട്രെസ്സൊന്നും വേണ്ട. സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സ്ട്രെസ്സും ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, നാച്ചുറലായ പ്രോസസ്സാണ്. ബട്ട് അതെല്ലാം ഒരു ലെവലിൽ നമ്മൾ നിർത്തണം. നമ്മുടെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന, നമ്മുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ആണെങ്കിൽ 3 മാർക്സ്. ഓക്കെ, അപ്പോൾ ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ -1 എന്ന് പറയുമ്പോൾ 3 മാർക്സ് പോവുക. പ്ലീസ് റിപ്ലൈ. നമ്മുടെ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നമുക്ക് പോവും, ഒപ്പം ഒരു നെഗറ്റീവ് മാർക്ക് -1 പോവും. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ ടോട്ടൽ 4 മാർക്കാണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് മാർക്കിംഗ് പരമാവധി കുറയ്ക്കണം. അറിയാത്ത ചോദ്യങ്ങൾ പോയി കറക്കി കുത്തി തെറ്റിക്കരുത്. തെറ്റിച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ക്വസ്റ്റിൻ്റെ മാർക്ക് മാത്രം, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിൻ്റെ മാർക്ക് മാത്രമല്ല പോകുന്നത്, അതിനോടൊപ്പം തന്നെ -1, ടോട്ടൽ 4 മാർക്കാണ് പോകുന്നത്. ഇപ്പോൾ 100 ചോദ്യങ്ങൾ, 120 ക്വസ്റ്റ്യനിൽ 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു. 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു നിങ്ങൾ, അതിൽ 50 എണ്ണം ശരിയായി, 50 എണ്ണം തെറ്റി. അപ്പോൾ ടോട്ടൽ മാർക്ക് എത്രയാണ് വരിക? 50 എണ്ണം ശരിയായി, ഓരോ ശരി ഉത്തരത്തിന് 3 മാർക്ക്. അപ്പോൾ 50 × 3 150 മാർക്ക്. ആ 150 മാർക്കല്ല നിങ്ങളുടെ സ്കോർ, ഒരു 50 എണ്ണം തെറ്റിച്ചില്ലേ, അപ്പോൾ ആ -50, 150 - 50 100 നിങ്ങളുടെ സ്കോർ. കണ്ട, 150 നിൽക്കേണ്ട സ്കോറ് നിങ്ങളുടെ കറക്കിക്കുത്ത് കാരണം അത് കുറഞ്ഞെന്ത് ചെയ്യും, 100ലേക്ക് എത്തി. അപ്പോൾ നെഗറ്റീവ് മാർക്സ് പരമാവധി മിനിമൈസ് ചെയ്യണം. അത് പരമാവധി മിനിമൈസ് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ
ഗൈസ് ഉറപ്പിച്ച് ഞാൻ പറയണം, ഒരെണ്ണം ലോ കോളേജിൻ്റെ പടി കാണില്ല. കാരണം ഈ വർഷത്തെ എക്സാം എല്ലാ വർഷത്തെ എക്സാം നെഗറ്റീവാണ് ഏറ്റവും ഗ്രേറ്റർ റോള് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. സാർ ക്ലീ 2005 ഹോൾ ടിക്കറ്റ് വന്നായിരുന്നു. ഹോൾ ടിക്കറ്റ് വന്നു. ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ പോവുക, കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തത് സാർ, ഞാൻ അപ്ലോഡ് ആക്കിയ ഡോക്യുമെൻറ്റിൽ ഒരു എറർ ഉണ്ട്, അത് റീ അപ്ലോഡ് ചെയ്യാൻ ഇനിയും പറ്റുമോ? സൈറ്റ് ക്ലോസ് ചെയ്ത് ഇനി എക്സാം എഴുതാൻ പറ്റില്ലേ? നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 23-ാം തീയതി വരെ നമുക്ക് സൈനും അതുപോലെ ഫോട്ടോയിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എൻട്രൻസ് കമ്മീഷണർ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. അപ്പോൾ സൈനും ഫോട്ടോയും നമുക്ക് കറക്റ്റ് ചെയ്യാം. ബാക്കി ആപ്ലിക്കേഷനിൽ കറക്ഷൻസ് വരുത്താൻ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. കഴിഞ്ഞ വർഷങ്ങൾ പോയ വർഷങ്ങളിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അത് ഇനി ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കാണാം. അത് ചാൻസ് വളരെ കുറവാണ്. വൺസ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് അതിലൊന്നും എറേഴ്സ് വരുത്താൻ പറ്റില്ല. ഇനി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ്, മറ്റുള്ള സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് വരും. അത് കറക്റ്റ് ചെയ്യാൻ ടൈം വരും. മെമോ ആയിട്ട് നമുക്ക് വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്ഷൻ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ബാക്കി നമ്മുടെ ആപ്ലിക്കേഷൻ സമയത്ത് കൊടുത്ത ബേസിക് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഒരു മാറ്റങ്ങളും വരുത്താൻ പറ്റില്ല. അത് സബ്മിറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ഫൈനൽ. പിന്നെ 1-2 കുട്ടികൾ ചോദിച്ചു, സാർ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നോൺ ക്രിമിനൽ വെക്കാൻ മറന്നു, അപ്പോൾ എനിക്ക് ഇനി അത് ചെയ്യാൻ പറ്റും? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നോൺ ക്രിമിനൽ വെച്ചില്ലേ നമുക്ക് സീറ്റ് റിസർവേഷൻ കിട്ടില്ല. യു വിൽ ബി കൺസിഡർ ആസ് എ ജനറൽ കാൻഡിഡേറ്റ്. ഓക്കെ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ ആ രേഖകളെല്ലാം നമ്മൾ ആപ്ലിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. പിന്നീട് നമുക്ക് അതിനൊരു സാഹചര്യം തരില്ല. ഓക്കെ, അടുത്ത കമൻറ്റ് നമുക്ക് നോക്കാം. സാർ BBA LLB ടഫ് കിട്ടുകയാണെങ്കിൽ ടഫ് ആവുമോ? ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, എന്തൊക്കെ സബ്ജക്ട്സ് ആവും സാർ വരിക? BBA LLB പറയാമോ? ഇതൊക്കെ പിന്നീട് സമയമുണ്ട്, അതിനൊക്കെ സമയമുണ്ട്. ഇപ്പം നിങ്ങൾ എൻട്രൻസ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. BBA LLB ആണോ, BCom LLB ആണോ, സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ അതിനെപ്പറ്റിയൊക്കെ വീഡിയോ. അതിനെ പറ്റി ഇപ്പോൾ വറീഡ് ആവണ്ട. നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകല്ലേ. ഇപ്പോൾ ലീവ് ഇൻ പ്രസൻറ്റ്. ഓക്കെ സാർ, താങ്ക് യു. സാറിൻ്റെ വീഡിയോസൊക്കെ വളരെ മോട്ടിവേറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, ആക്സെപ്റ്റഡ്. ഓക്കെ, ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇങ്ങനെ മെസ്സേജ് കാണുമ്പോൾ. ഓക്കെ, CBT എക്സാം ആയതുകൊണ്ട് റഫ് പേപ്പർ തരുമെന്ന് പറഞ്ഞല്ലോ. ഈസ് ദെയർ എനി ടൈം ലിമിറ്റ് ഫോർ ദ നമ്പർ ഓഫ് പേപ്പേഴ്സ്? അങ്ങനെയൊന്നുമില്ല. നമുക്ക് വർക്ക് ചെയ്യാനുള്ള റഫ് ഷീറ്റ് പേപ്പർ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് എക്സാം ഹോളിൽ തരും. ഓക്കെ, അതിന് നിങ്ങൾ റഫ് ഷീറ്റ് പേപ്പേഴ്സ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് അടുത്ത കമൻറ്റ് നമുക്ക് നോക്കാം. ഹോപ്പ് പോയി ഇരിക്കുകയായിരുന്നു, ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒന്ന് കയറിയതാണ്. ഇപ്പോൾ എന്തൊരു മോട്ടിവേഷനാണ് നിങ്ങൾ ടോക്കിന് കിട്ടിയത്. എക്സാം ഹെൽപ്ഫുള്ളായ വീഡിയോ ഇനിയും സ്പീഡിൽ ഇടണേ, എന്നെ കൊണ്ട് പറ്റും. യെസ്, അതാണ് എന്നെ കൊണ്ട് പറ്റും. അതാണ് മൈൻഡ് സെറ്റ്, അതാണ് കറക്റ്റ് ഫ്രെയിം ഓഫ് മൈൻഡ് സെറ്റ്. എന്നെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് എന്തും പറ്റും. ജസ്റ്റ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് മാത്രം മതി. ഓക്കെ, അപ്പോൾ സാർ എല്ലാ ആർട്ടിക്കിൾസും പഠിക്കണോ? ഇത് കോൺസ്റ്റിറ്റ്യൂഷനെ ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ആർട്ടിക്കിൾസും ഒന്നും പഠിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. 400 സംതിങ് ആർട്ടിക്കിൾ ഉണ്ട്. അതെല്ലാം പഠിക്കാൻ പറ്റുമോ? ഇല്ല. ബട്ട് പ്രധാനമായിട്ട് ആർട്ടിക്കിൾസ് എല്ലാം അറിഞ്ഞിരിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ ജുഡീഷ്യറിയായി ബന്ധപ്പെട്ട എല്ലാ ആർട്ടിക്കിൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന എല്ലാ ആർട്ടിക്കിളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട് ഇല്ലേ, UPSC, ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനത്തെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ്, അതിൻ്റെ ആർട്ടിക്കിൾസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഷെഡ്യൂൾസ്, ആ ഷെഡ്യൂൾസിൽ എന്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ കോറായിട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ. ഇനി എന്തെങ്കിലും കമൻസ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കമൻറ്റ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോക്ക് ഹെൽപ്ഫുൾ ഉറപ്പായിട്ട് സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.